നമുക്ക് ഈ ഡയഗ്രാം ഉപയോഗിച്ച് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഡബിൾ സ്ലിറ്റിൽ നിന്നും പുതിയ വേവുകളായിട്ടായിരിക്കും ലൈറ്റ് മുമ്പോട്ടേക്ക് ട്രാവൽ ചെയ്യുക. ഇവിടെ സോളിഡ് ആർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈറ്റ് വേവിൻ്റെ ക്രസ്റ്റിനെയാണ്. ഡോട്ടഡ് ആർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈറ്റ് വേവിൻ്റെ ട്രഫിനെയാണ്. രണ്ട് വേവുകളുടെ ക്രസ്റ്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ അല്ലെങ്കിൽ ട്രഫുകൾ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. രണ്ട് വേവുകളുടെ ക്രസ്റ്റും ട്രഫും മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൽ നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്നാണ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ S1 S2 എന്ന ലൈൻ വരയ്ക്കുക. അതിനുശേഷം S1 സെൻറ്റർ ആക്കിക്കൊണ്ട് റേഡിയസ് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് സോളിഡ് ആയിട്ടുള്ള ആർക്കുകൾ വരയ്ക്കുക. ഇതേപോലെ S2 സെൻറ്റർ ആക്കിക്കൊണ്ട് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സോളിഡ് ആർക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം S1 സെൻറ്റർ ആക്കിക്കൊണ്ട് റേഡിയസ് 1.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ, 3.5 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഡോട്ടഡ് ലൈൻസിൽ ആർക്ക് വരയ്ക്കുക. ഇതേ കാര്യം S2 സെൻറ്റർ ആക്കിക്കൊണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ സോളിഡ് ലൈൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈറ്റ് വേവ്സിൻ്റെ ക്രസ്റ്റിനെയാണ്. ഡോട്ടഡ് ലൈൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈറ്റ് വേവ്സിൻ്റെ ട്രഫിനെയാണ്. ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന പോയിൻറ്റ്സ് ആണ് ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, ബ്ലൂ ഡോട്ട്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലൂ ഡോട്ടുകളെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ സ്ക്രീനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ നമുക്കൊരു ബ്രൈറ്റ് ബാൻഡ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ സ്ക്രീനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ ഒരു ബ്രൈറ്റ് ബാൻഡ് വരയ്ക്കുക. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിക്കുന്ന പോയിൻറ്റ്സ് ആണ് ഞാൻ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഈ പോയിൻറ്റുകളെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ സ്ക്രീനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ നമുക്കൊരു ഡാർക്ക് ബാൻഡ് ആയിരിക്കും കിട്ടുന്നത്. സോ സ്ക്രീനിലെ O എന്ന പോയിൻറ്റിൽ നമുക്കൊരു ബ്രൈറ്റ് ബാൻഡ് കിട്ടും. എയിലും ബിയിലുമായിട്ട് നമുക്കൊരു ഡാർക്ക് ബാൻഡ് കിട്ടും. ഈ ഡയഗ്രാം പൂർത്തിയായതിനു ശേഷം നിങ്ങൾ സ്ലിറ്റ് AB വരച്ചാൽ മതിയാകും. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.